പ്രവാസികളേറെ കാത്തിരുന്ന എയർ കേരള എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. എന്താണ് എയർ കേരളയുടെ പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ ഇൻഷാ അല്ലാഹ് വെരി സൂൺ സൂൺ അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വിശദമായിട്ട് പറയുകയാണെങ്കിൽ വെരി സൂൺ. എപ്പോൾ സർവീസ് ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം? 2025 ഫസ്റ്റ് ക്വാർട്ടറിൽ ഫസ്റ്റ് ഡൊമസ്റ്റിക് എയർലൈൻ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായിരിക്കും എയർ കേരളയുടെ പ്രത്യേകത? അത് അൾട്രാ ലോ കോസ്റ്റ് എന്ന കോൺസെപ്റ്റിലാണ് ഞങ്ങൾ എയർലൈൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പ്രവാസികളാൽ കൊണ്ടുപോകുന്ന ഒരു എയർലൈനാണ്, പ്രവാസികളുടെ എയർലൈനാണ്. അത് കേരളത്തിലെ ഫസ്റ്റ് എയർലൈനാണ്. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. അത് വരും ദിവസങ്ങൾ അതിൻ്റെ ഫുൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഏത് സ്റ്റേജാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്? ഇനി ഏതൊക്കെ സ്റ്റേജുകളാണ് ബാക്കിയുള്ളത്? 2 സ്റ്റേജാണ് ഇതിന് എയർലൈൻസിന് ഇന്ത്യയിൽ വരുന്നത്. ഒന്ന് NOC, ഒന്ന് AOC. നമ്മൾ NOC നേടിക്കഴിഞ്ഞു. ഇനി AOC എന്നുള്ള കടമ്പയാണ്. അത് ടെക്നിക്കൽ പാർട്ടാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എയർലൈൻ തുടങ്ങാനുള്ള അനുവാദം കിട്ടിയോന്ന് വെച്ചാൽ അത് പൂർണ്ണമായി നേടിയെടുത്തു. ഇനി അതിൻ്റെ ഒരു ഒഫീഷ്യൽ പാർട്ടുണ്ട്, ടെക്നിക്കൽ പാർട്ടിന് ഒരു ഇത് കിട്ടാനുണ്ട്, എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ്. അത് AOC എന്ന് പറയും. അതിന് നമ്മൾ എന്തായാലും അതിൻ്റെ മൂവ്മെൻറ്റ് വരും. ഏകദേശം 8-9 months കൊണ്ട് അതുകൂടെ നേടിയെടുത്തു കഴിഞ്ഞാൽ വി ആർ ഒഫീഷ്യൽ ഇൻ എയർലൈൻ കമ്പനി. ഇതിന് പിന്നിലുള്ള കമ്പനി ഏതാണ്? അതിൽ ആരൊക്കെയാണുള്ളത്? ഇത് ZFly ഏവിയേഷൻ എന്ന ഒരു ഇതിൻ്റെ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിൻ്റെ കമ്പനി. ഇതിൻ്റെ ചെയർമാൻ ഞാൻ, അതിൻ്റെ വൈസ് ചെയർമാൻ അയ്യൂബക്ക, ഡയറക്ടറുണ്ട്, ടെക്നിക്കൽ ഡയറക്ടറുണ്ട്, കമ്പനി സെക്രട്ടറി. അത് വരും ദിവസങ്ങളിൽ പ്രവാസികളായി ചേർന്നൊരുക്കൊണ്ട് ഒരു വിപുലീകരിച്ചിട്ട് ഒരു ഡയറക്ടർ ബോർഡൊക്കെ വിപുലീകരിക്കും. എന്തായാലും സന്തോഷം. പ്രവാസികൾ ഏറെ കാത്തിരിക്കുന്ന എയർ കേരള അധികം വൈകാതെ തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്.